ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ ക്ലാസ് 11ലെ ഫിസിക്സിലെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തൊരു ചാപ്റ്ററും കൂടിയാണ്. നമുക്ക് 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ഒക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ NCERT ബുക്കിൽ നമ്മൾ സീനിയർ സെക്കൻഡറി ലെവലിൽ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്തിരിക്കുന്ന ചാപ്റ്ററാണിത്. കാരണം ഫിസിക്സ് പഠിക്കാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സയന്റിഫിക് ടെമ്പറമെന്റ് ആണ്. ആ ഒരു സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ എടുത്തൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കണം. സയൻസും എസ്പെഷ്യലി ഫിസിക്സ് സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, സയൻസ് പഠിക്കുന്നത് കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. ചെറിയ ക്ലാസ് മുതൽ ഫിസിക്സ് പഠിച്ച് തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് എന്താണ് ഫിസിക്സ് എന്നുള്ളത്. എന്താണ് ഫിസിക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് നേച്ചർ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് എനർജി. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, എനർജി, ഇതിനൊക്കെ കുറിച്ച് സ്റ്റഡി നടത്തുന്ന ഒരു ബ്രാഞ്ചിനെയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഈ ഫിസിക്സിനെ തന്നെ നമുക്ക് പല ബ്രാഞ്ചുകളായിട്ട് വീണ്ടും തരംതിരിക്കാം. ആസ്ട്രോ ഫിസിക്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഒപ്റ്റിക്സ്, മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഇങ്ങനെ പല ബ്രാഞ്ചസ് ഉണ്ട്. അവിടെയെല്ലാം ഓരോ പ്രത്യേക സ്റ്റഡീസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ക്ലാസ് 11ൽ നമ്മൾ പഠിക്കുന്നത് മെയിൻലി മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. അവിടെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ്, റിലേറ്റഡ് എനർജി, അതുപോലെ ബിഹേവിയർ ഓഫ് ഒബ്ജക്ട്സ് വെൻ ദേ ആർ ഇൻ മോഷൻ. ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ 11ൽ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത്. പിന്നെ സയൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് പെട്ടെന്നൊരു ദിവസം ഉണ്ടായിട്ടുള്ളതല്ല. ഒത്തിരി സയന്റിസ്റ്റുകൾ അതിൻ്റെ പുറകിൽ കുറേയേറെ സ്റ്റഡീസ് നടത്തിയിട്ടാണ് സയൻസ് ഇന്ന് കാണുന്ന രീതിയിൽ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളതും. സയൻസിൽ നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ഇൻവെൻഷൻസ് കാരണമാണ് ടെക്നോളജി ഇത്ര കണ്ട് വികസിച്ചിട്ടുള്ളതും, അല്ലെ? അപ്പൊ ഈ സയൻസ് പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയന്റിഫിക് തിയറംസ് പ്രൊപ്പോസ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ എഴുതി ഇതാണ് തിയറം എന്ന് പറയാൻ പറ്റില്ല. ശാസ്ത്രീയമായിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഏതൊരു തിയറംസും ഉണ്ടാക്കുന്നതിനേക്കാൾ മുന്നേ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഒരു ഉദാഹരണത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലോ തന്നെ എടുക്കാം. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആപ്പിൾ താഴേക്ക് വീഴുന്നതാണ് ഈ ഒരു ലോയിലോട്ട് എത്താനുള്ള ഇൻസ്പിറേഷൻ ആയിട്ട് ന്യൂട്ടൺ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കില്ല ന്യൂട്ടൺ ആപ്പിൾ താഴേക്ക് വീഴുന്നത് കണ്ടത്, അല്ലെങ്കിൽ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് പല വസ്തുക്കളും താഴേക്ക് വീഴുന്നത് ന്യൂട്ടൺ കണ്ടു കാണും. പക്ഷെ ഒരേ ഒരു സമയത്താണ് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും സയന്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. രണ്ടാമത്തേത് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. അതായത് ആപ്പിൾ താഴേക്ക് വീഴുന്നത് കണ്ടു എന്നാൽ പിന്നെ ഇതൊരു ലോ ആണെന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഇത് ആപ്പിൾ മാത്രമാണോ താഴേക്ക് വീഴുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതും താഴേക്ക് വീഴുമോ, ഏതെങ്കിലും വസ്തുക്കൾ മുകളിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് മറ്റുള്ള ഒത്തിരി എക്സാമ്പിൾസ് എടുത്തുകൊണ്ട് എക്സ്പെരിമെന്റ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന ഒബ്സർവേഷൻസ് എടുത്തിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കണം. എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റീസണിങ്. എന്തുകൊണ്ടായിരിക്കും ഇത് താഴേക്ക് തന്നെ വീഴുന്നത്? എല്ലാ വസ്തുക്കളും എന്തുകൊണ്ടായിരിക്കും താഴേക്ക് വീഴുന്നത്? ആ ഒരു ചിന്തയിൽ നിന്നാണ് ന്യൂട്ടൺ എന്ത് കണ്ടുപിടിച്ച് വന്നത്? എർത്ത് എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അവിടെ അതാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് എന്താ? മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ഈ ഒരു റീസണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു ഫോർമുല കൂടെ ഉണ്ടായിരുന്നു, അല്ലെ? F=Gm1m2/r². അത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഫോർമുലയല്ല. കുറെ വസ്തുക്കൾ എടുത്ത് അതിന്റെ മാസും ഡിസ്റ്റൻസും ഒക്കെ മാറ്റി മാറ്റി നോക്കി പരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരു ഫോർമുല ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ ത്രൂ എക്സ്പെരിമെന്റ്സ് ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗിലോട്ട് എത്തുക. അതിനുശേഷം എന്ത് ചെയ്യണം? വെരിഫിക്കേഷൻ ഓർ ഫോൾസിഫിക്കേഷൻ ഓഫ് ദ തിയറം. ഫോർമുലയിൽ എത്തിയതിനു ശേഷവും
നമ്മൾ ഒന്നുകൂടെ കുറച്ചുകൂടെ സാമ്പിൾസ് കളക്ട് ചെയ്ത് അതിൽ ഈ തിയറം വെരിഫൈ ചെയ്ത് നോക്കുക. ചില സമയത്ത് ഫോൾസ് ആയിട്ട് വരുന്നതായിട്ടും കാണാം. കാരണം ഇവിടുത്തെ എക്സാമ്പിൾ യൂണിവേഴ്സൽ ലോ ആണ്. അതേസമയം നമ്മൾ 10th പഠിച്ച ഓംസ് ലോ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അത് യൂണിവേഴ്സൽ ലോ അല്ല. ഓംസ് ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓൺലി ഫോർ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്ന ഒരു തിയറം മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്തതിന് ശേഷം ഇത് സെമി കണ്ടക്ടേഴ്സിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായി അവിടെ അത് ട്രൂ അല്ല. അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴും വി പ്രൊപ്പോർഷണൽ ടു ഐ അല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ആ തിയറത്തിൽ അതിന്റെ ക്ലോസുകൾ വെച്ചിട്ടുള്ളത്. ഫോർ എ മെറ്റാലിക് കണ്ടക്ടർ മാത്രമാണ് ഓംസ് ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചാലേ നമുക്ക് വി ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗിലോട്ട് എത്തിക്കഴിഞ്ഞാലും നമ്മൾ ആ വെരിഫിക്കേഷനും ഫോൾസിഫിക്കേഷനും ഒക്കെ ചെയ്ത് എവിടെയാണ് ഇത് ട്രൂ ആവുന്നത്, എവിടെയാണ് ഇത് ഫോൾസ് ആവുന്നത് എന്നൊക്കെ നോക്കണം. ചില ലോസ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ യൂണിവേഴ്സൽ ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ലോ ഒക്കെ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്. ഏത് വസ്തുക്കൾ തമ്മിലും ഈ ഒരു ഫോഴ്സ് എക്സിസ്റ്റിംഗ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫോഴ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കുഞ്ഞു ക്ലാസ് മുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഫോഴ്സിന്റെ ഡെഫിനേഷൻ അല്ലെ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പുഷ് ഓർ എ പുൾ ദാറ്റ് ക്യാൻ ചേഞ്ച് ദ വെലോസിറ്റി ഓർ ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്ട്. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ മൂവ് ചെയ്യിപ്പിക്കാം. മൂവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനാണെങ്കിലോ അതിന്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഡയറക്ഷൻ മാറ്റുകയോ ചെയ്യാം. അപ്പൊ സ്പീഡ് വിത്ത് ഡയറക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. ഒരു ബോൾ എടുത്തിട്ട് അതിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഷേപ്പ് മാറും അല്ലെ. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ വെലോസിറ്റിയോ ഷേപ്പോ മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുഷ് അല്ലെങ്കിൽ പുള്ളാണ്. ഫോഴ്സിനെ നമുക്ക് മേജറായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ഫണ്ടമെന്റൽ ഫോഴ്സസ്, രണ്ടാമത്തേത് അപ്ലൈഡ് ഫോഴ്സസ്. ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഈ നേച്ചറിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോഴ്സസിനെയാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. 4 ഫോഴ്സുകൾ മാത്രമാണ് ഫണ്ടമെന്റൽ ഫോഴ്സ് ആയിട്ടുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതേസമയം അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് നമുക്ക് കുറേയേറെ ഫോഴ്സുകളുണ്ട്. ബാക്കിയുള്ള ഈ 4 ഒഴികെ ബാക്കി വരുന്ന ഫോഴ്സുകളെല്ലാം നമുക്ക് ഡിറൈവ്ഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയാം. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സ് എന്നൊക്കെ ഉള്ളത്. ബയോളജിക്കൽ ഫോഴ്സ്, മസ്കുലാർ ഫോഴ്സ്, അങ്ങനെ ഒത്തിരി ഫോഴ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 4 ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അതേസമയം ഡിറൈവ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വളരെയേറെ എണ്ണം ഫോഴ്സുകളുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് നാച്ചുറൽ ഫോഴ്സസിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ ആദ്യത്തെ നാച്ചുറൽ ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് പഠിക്കുന്നതൊന്നും പുതിയതായിട്ട് പഠിക്കുന്ന സംഭവങ്ങളല്ല, നമ്മൾ പലപ്പോഴായിട്ട് 9th പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് ആണ്. യൂണിവേഴ്സൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് 2 വസ്തുക്കളും, യൂണിവേഴ്സിലുള്ള വസ്തുക്കൾ, ഭൂമിയിലുള്ള വസ്തുക്കൾ മാത്രമല്ല, ഇപ്പൊ എർത്തും സണ്ണും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അത് ഗ്രാവിറ്റേഷനിലാണ് അല്ലെ. അല്ലെങ്കിൽ എർത്ത് മൂണും തമ്മിലുണ്ട്, മറ്റുള്ള പ്ലാനറ്റുകളും സണ്ണും തമ്മിൽ. അപ്പൊ ഏത് വസ്തുക്കൾക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് മ്യൂച്വലി അട്രാക്റ്റീവ് ആണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരിക്കലും റിപ്പൽ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ മാസസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വസ്തുക്കളുടെ മാസിനെയും അവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. നമുക്കറിയാം സണ്ണും എർത്തും തമ്മിലുള്ള ഒരു ഗ്യാപ്പിൽ കുറെ സ്ഥലത്ത് വാക്യൂം ഒക്കെയാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഈ ഫോഴ്സ് എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ 2 വസ്തുക്കൾ തമ്മിൽ ഒരു മീഡിയം ഇല്ലെങ്കിൽ പോലും ഈ ഫോഴ്സ് അവിടെ എക്സിസ്റ്റിംഗ് ആണ്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഓഫ് ഓൾ ദ ഫണ്ടമെന്റൽ ഫോഴ്സസ്. നമ്മൾ പഠിക്കുന്ന ഫണ്ടമെന്റൽ ഫോഴ്സസിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. രണ്ടാമത്തേത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് അല്ല. കാരണം എല്ലാ വസ്തുക്കൾ തമ്മിലും ഈ ഫോഴ്സ് കാണാൻ പറ്റില്ല. ഈ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൺലി ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിൽ മാത്രമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എയ്തർ അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ്. ഗ്രാവിറ്റേഷൻ നമ്മൾ പറഞ്ഞു എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കുന്നത്, പക്ഷെ ഇലക്ട്രോമാഗ്നറ്റിക് ക്യാൻ ബി എയ്തർ അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ലൈക്ക് ചാർജസ് വിൽ
റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ എന്നുള്ളത്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാസിനെയും ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്തപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർജസിനെയും ആ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയുമാണ്. നോ മീഡിയം ഇസ് റിക്വയർഡ് ഫോർ ദിസ് ഓൾസോ. ഇനി ഇതിന്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻38 ടൈംസ് സ്ട്രോങ്ങർ ആണ്. അപ്പോൾ കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. മൂന്നാമത് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. വാക്കിൽ തന്നെ ഉണ്ട് സ്ട്രോങ്ങസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതാണ് ഒരു പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വേർഡിൽ തന്നെയുണ്ട് എന്ത്, ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലാണ് ഈ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇനി ചാർജ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, കാരണം ന്യൂട്രോൺസ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് അല്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വീക്ക് ഫോഴ്സ് ആണ് വേർഡിലുള്ളത് പോലെ, പക്ഷെ വീക്കസ്റ്റ് അല്ല. വീക്കസ്റ്റ് ആരായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരുന്നു, അല്ലെ? ഈ ഒരു ഫോഴ്സ് ന്യൂക്ലിയസിലുള്ള വസ്തുക്കൾ തമ്മിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ നിന്ന് വ്യത്യാസമായിട്ട് റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുന്ന ന്യൂക്ലിയസിൽ മാത്രമാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കാണുന്നുള്ളൂ. നമ്മളെല്ലാവർക്കും അറിയുന്നത് പോലെ, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചു കാണും, അഥവാ പഠിച്ചിട്ടില്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിനെ കുറിച്ച് നമ്മൾ ഫിസിക്സിൽ തന്നെ വരുന്ന ടോപ്പിക്കുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഹെവി ന്യൂക്ലിയസുകളിലാണ് നടക്കാറുള്ളത്. ആ ന്യൂക്ലിയസുകളിൽ റേഡിയോ ആക്റ്റീവ് ഡീകേ നടക്കുന്ന സമയത്ത് എക്സിസ്റ്റ് ആവുന്ന ഒരു ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതൊരു വീക്ക് ഫോഴ്സ് ആണ്, ബട്ട് നോട്ട് ആസ് വീക്ക് ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ 4 ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതിൽ ഞാൻ രണ്ട് പെയറായിട്ട് ഇങ്ങനെ അവരെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇതിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ന്യൂക്ലിയസിനകത്തുള്ള ഫോഴ്സ് ആണ്. ന്യൂക്ലിയസ് ആറ്റം തന്നെ വളരെ ചെറിയൊരു സാധനം, അതിനേക്കാളും വളരെ ചെറുതാണ് ന്യൂക്ലിയസ്, അല്ലെ? അപ്പോൾ ഈ ന്യൂക്ലിയർ ഫോഴ്സുകൾ വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസിൽ മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഒരു പ്രോട്ടോൺ ഇവിടെ വെച്ചു 10 സെന്റിമീറ്റർ അകലത്തിൽ ഒരു ന്യൂട്രോൺ വെച്ചാൽ പോലും ഈ ഫോഴ്സ് എക്സിസ്റ്റ് ആവില്ല. ഇത് വളരെയധികം ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അതുകൊണ്ട് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും നമുക്ക് ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് എന്ന് പറയാം. അതേസമയം ഗ്രാവിറ്റേഷണൽ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. എർത്തും സണ്ണും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അല്ലെ? പക്ഷെ അവിടെ ആ ഫോഴ്സിന്, ഈവൻ ദോ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇസ് വെരി വീക്ക്, പക്ഷെ ആ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെയും നമുക്ക് ലോങ് റേഞ്ച് ഫോഴ്സസ് എന്ന് പറയാം. അതേസമയം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് എന്നും പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻലി നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, അതുപോലെ ഒരു സയന്റിഫിക് സ്റ്റഡി അല്ലെങ്കിൽ ഒരു തിയറം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്നൊക്കെയുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കാണുന്നതോടൊപ്പം തീർച്ചയായിട്ടും ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കൃത്യമായിട്ട് വായിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ആ ചാപ്റ്റർ ഒന്ന് വായിക്കണം. ഓക്കെ, കാരണം നമ്മൾ ഫിസിക്സ് പഠിച്ച് ശരിക്കുള്ള ഫിസിക്സ് പഠിച്ചു തുടങ്ങുന്നതിനായിട്ട് മുന്നേ നിങ്ങൾക്ക് ഈ ഫിസിക്സിനോട് ഒരു ഇഷ്ടം ഒക്കെ വരാനുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വ്യൂസ് എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എത്തിക്കാനും ശ്രമിക്കുക. താങ്ക് യു വൺസ് അഗെയിൻ. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.